സാംസങ്ങിൻ്റെ A52 എന്ന് പറയുന്ന പുതിയൊരു ഫോണ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് സാംസങ് ഗാലക്സി A52ൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. സാംസങ് ഗാലക്സി A51ൻ്റെ സക്സസറായിട്ട് വരുന്ന ഒരു ഫോണാണ് സാംസങ് ഗാലക്സി A52. ഇത് വൈകാതെ തന്നെ ലോഞ്ച് ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ ലീക്ക്ഡ് ആയിട്ടുള്ള കുറച്ച് സ്പെസിഫിക്കേഷൻസൊക്കെയാണ് ഞാനിപ്പം പറയാൻ പോകുന്നത്. സാംസങ്ങിൻ്റെ തന്നെ F62 എന്ന് പറയുന്ന ഫോണായിരിക്കും ഈ മാസം ലോഞ്ച് ചെയ്യുക. A52 വൈകാതെ നെക്സ്റ്റ് മന്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ റൂമേഡ് ആയിട്ടുള്ള സ്പെക്സാണ് ഞാനിപ്പം പറയുന്നത്. ഈ ഫോണിപ്പോൾ നമുക്ക് രണ്ട് വേരിയൻറ്റിലായിരിക്കും വരിക. 4G 5G രണ്ട് വേരിയൻറ്റിലായിരിക്കും. രണ്ടിനും സെയിം സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റ് തന്നെയാണ് വരിക എന്നാണ് അറിയാൻ കഴിയുന്നത്. ബാക്കി ഡിസൈൻ എല്ലാം സെയിം ഡിസൈനിൽ തന്നെയായിരിക്കും. ഗ്ലാസ് ബിൽഡ് ആയിട്ടുള്ള ബോഡിയാണ് ഈ ഫോണിന് വരുന്നത്. പ്രീമിയം ബിൽഡാണ് ഈ ഫോണിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഫോണാണ് ഈ ഫോൺ വരുന്നത്. 187 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ 8.5 mm തിക്നെസ്സാണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.5 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 3 അല്ലെങ്കിൽ 3+ൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ലൈക്ക് സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. സെൻറ്റർ ടോപ്പിലായിട്ടാണ് പഞ്ച് ഹോൾ കാണുന്നത്. ഈ M സീരീസ് ഫോണുകളൊക്കെ 2025 പ്രൈസിലായിരുന്നു ലോഞ്ച് ചെയ്തിരുന്നത്. A സീരീസും നമുക്ക് ഏകദേശം നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൈസ് തന്നെ ലഭിക്കുന്നതാണ് തോന്നുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ് ഈ ഫോണിൽ വരുന്നത്. സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് ഇൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. A52ൻ്റെ 4G വേർഷനിൽ വരുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 720Gയും 5G വേർഷനിൽ 750Gയും ആണ് വരുന്നത്. രണ്ട് ഫോണിലും നല്ലൊരു പ്രൊസസ്സർ തന്നെയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഗെയിമിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഗെയിമിങ് ഇതിൽ കളിക്കാൻ പറ്റും. നല്ലൊരു ഡിസ്പ്ലേയും കിട്ടുന്നുണ്ട്. പ്രൊസസ്സറും അത്യാവശ്യം കുഴപ്പമില്ലാത്തത് തന്നെയാണ്. ഇത് രണ്ട് വേരിയൻ്റാണ് ഇപ്പോൾ അവൈലബിൾ ആവുന്നത്. 6GB 128GBയും 8GB 128GBയും. പിന്നെ ഇതിൽ മെമ്മറി കാർഡ് സ്ലോട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള One UI 3.0 ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ സാംസങ്ങിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് നോക്സ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ക്യാമറ വിഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിൽ വരുന്നത്. 64 മെഗാ ആണ് മെയിൻ ക്യാമറ. 12 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 5 മെഗാ മാക്രോ ലെൻസും 5 മെഗാ ഡെപ്ത് സെൻസറും ആയിട്ടാണ് ക്യാമറ വരുന്നത്. 32 മെഗാ ആണ് സെൽഫി ക്യാമറ വരുന്നത്. 4500 mAh ഒരു ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ചാർജിങ്ങുമാണ് അവർ ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. സാധാരണ 18 വാട്ടിൻ്റെ ഒക്കെയാണ് കൊടുക്കാറ്. ഇപ്രാവശ്യം നമുക്ക് 25 വാട്ടിൻ്റെ ചാർജിങ് തന്നെ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 20 to 30 ആ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ 4G വേരിയൻറ്റിന് 24,999 രൂപയും 5G വേരിയൻറ്റിന് 29,999 രൂപയും വരാനാണ് സാധ്യത. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് ഫോൺ വന്നതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക.